സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഓൺലൈൻ മുഖാന്തരമുള്ള തട്ടിപ്പുകൾ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് തന്നെ ആലപ്പുഴ ജില്ലയിൽ 7 കോടി രൂപയുടെ ഒരു തട്ടിപ്പാണ് കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഈ സംഭവങ്ങളെക്കുറിച്ച് പ്രതികരിക്കുകയാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ. ഈ 7 കോടി രൂപയുടെ തട്ടിപ്പ്, ഈ കേസുകളൊന്നും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാം തന്നെ വിദ്യാഭ്യാസമുള്ള ആളുകൾ എങ്ങനെയാണ് ഇങ്ങനൊരു വലിയ തട്ടിപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്? ഇത് എനിക്ക് തോന്നുന്നത് ഈ സൈബർ ഫ്രോഡ് നടത്തുന്ന ആൾക്കാർ ഓരോ പ്രാവശ്യവും അവരുടെ മോഡസ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചില കാര്യങ്ങളെപ്പറ്റി ആൾക്കാർ അവെയർ ആകുമ്പോൾ പിന്നെ അവർ വേറെ പുതിയ മോഡസിലോട്ട് കിടക്കുകയാണ്. അപ്പം ഇതിപ്പോൾ സംഭവിച്ചേക്കുന്നത് ഷെയർ ട്രേഡിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും പൈസ അവരുടെ അടുത്ത് നിന്ന് വാങ്ങുകയും അതുപോലെ തന്നെ ഇത്രയും കുറച്ച് പൈസ ഇട്ട് കഴിയുമ്പോൾ പിന്നെ ഈ പൈസ മുഴുവൻ തിരിച്ചു തരാനായിട്ട് ഇത്രയും കൂടി പൈസ ഇട്ട് കഴിഞ്ഞാൽ മുഴുവൻ തിരിച്ചു തരാം, അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കുറച്ചായിട്ട് വാങ്ങിയാണ് ഇത്രയും കോടി രൂപ പോയേക്കുന്നത്. അപ്പം പലതും ഈ വളരെ വിശ്വസനീയമായിട്ടുള്ള രീതികളിലാണ് ഇതിനകത്ത് ഈ ഫ്രോഡ്സ്റ്റേഴ്സ് കാര്യങ്ങൾ അവരുടെ ആ ഒരു എന്താ പറയുക, അവർ സംസാരിക്കുന്ന രീതിയും അവരുടെ അല്ലെങ്കിൽ വാട്സാപ്പിലുള്ള ലോഗോസും കാര്യങ്ങളൊക്കെ അവർ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഈ മോഡസ് മാറി വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ കേസുകളുടെ എണ്ണവും കൂടി വരുന്നത്. ക്രൈം 7 കോടി രൂപയുടെ തട്ടിപ്പ് നടന്ന കേസിൽ അവര് ഒരു ട്രെയിനിങ് ഉൾപ്പെടെ നൽകിയിരുന്നു എന്ന് പറയുന്നു. 3 മാസം ട്രെയിനിങ് ഉൾപ്പെടെ. അതൊക്കെ ഇങ്ങനെ ഓൺലൈൻ വഴിയായിരുന്നോ? എന്തായിരുന്നു അതിന്റെ ഒരു? പോലീസുകാർക്ക് നല്ല ട്രെയിനിന്റെ കാര്യമാണോ പറയുന്നത്? അല്ലല്ല, ഈ 7 കോടി രൂപയുടെ തട്ടിപ്പിനിരയായ ഡോക്ടർ നൽകിയ മൊഴി പ്രകാരം അവർക്ക് ട്രെയിനിങ് ഒക്കെ ഓൺലൈനായി ലഭ്യമായിരുന്നു. അത്രയും വിശ്വസനീയമായ ഒരു സോഴ്സ് അങ്ങനെയാണ്. ശരി, അവരുടെ ആ ട്രേഡിംഗിന്റെ ഭാഗമായിട്ടല്ലേ? അതെ. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തു വരുന്നേ ഉള്ളൂ. കാരണം 2-3 ദിവസമായിട്ടുള്ള കേസ് എടുത്തിട്ട്. അപ്പം അതെന്താന്നുള്ളത് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് വിശദമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പം ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള ഫർദർ നടപടിയിലോട്ട് കിടക്കാനായിട്ട്. അതിനകത്ത് വേറൊരു കാര്യം അസ്വാഭാവികമായി തോന്നിയത് ഈ ബാങ്കുകളുടെ ഒരു ഇടപെടലാണ്. അതായത് ഇത്രയധികം തുക ഒരു ദിവസം, ഇപ്പം നമുക്കറിയാം നോർത്തിൽ ഫയൽ ചെയ്തിട്ടുള്ള കേസിലാണെങ്കിൽ പോലും ഒരു ദിവസം തന്നെ 40 ലക്ഷം രൂപയോളം അക്കൗണ്ടിലേക്ക് വരുവാണ്. അപ്പോൾ ഇത്തരം അസ്വാഭാവികമായ രീതിയിൽ പണം വന്നിട്ടും ബാങ്കുകൾ എന്തെങ്കിലും ഇൻഫർമേഷൻ പോലീസിന് കൈമാറിയിരുന്നോ? ബാങ്കുകൾ സ്വമേധയാ കൈമാറുന്നതിൽ ആക്ച്വലി അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു നിയമം ഉണ്ടെന്ന് എൻ്റെ അറിവിലില്ല. പക്ഷേ നമ്മൾ ഇവിടുത്തെ കേരളത്തിലുള്ള ബ്രാഞ്ചുകളായിട്ട് നമ്മൾ സമീപിക്കുമ്പോൾ അവർ മോസ്റ്റ്ലി വളരെ കോപ്പറേറ്റീവാണ്. കേരളത്തിലുള്ള ബാങ്കുകളാകുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുത്തു തരുന്നുണ്ട്, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എടുത്തു തരുന്നുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ അറസ്റ്റിലോട്ടൊക്കെ നീങ്ങാൻ പറ്റും. നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ഈ കൊല്ലം ഒരു 46 അറസ്റ്റ് ഉണ്ട്. ഒരു നല്ല ശതമാനം അതിനകത്ത് കേരളത്തിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെ തന്നെ നമ്മൾ അറസ്റ്റ് ചെയ്തേക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ പുറത്തുള്ള ബാങ്കുകളിലെ ബ്രാഞ്ചുകളിൽ നിന്ന് ഡീറ്റെയിൽസ് കിട്ടാനുള്ള ഒരു ഡിലേ ഉണ്ട്. പിന്നെ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് അവരുടെ റൂൾസും കാര്യങ്ങളും എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. അതുകൊണ്ട് അവർക്കൊരു ലീഗൽ നടപടികളിലോട്ട് പോകാനുള്ള ഒരു പിന്നെ അവർക്ക് വേറെയും കുറേ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഒരു കുറച്ച് പരിമിതികളുണ്ട്. പക്ഷേ കേരളത്തിനുള്ളിലുള്ള ബ്രാഞ്ചുകളിൽ നിന്ന് നോർമലി നമുക്ക് വളരെ നല്ല സഹകരണമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു വ്യാപാരിനെ ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആളുകൾ എന്നുള്ള രീതിയിൽ ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ 2 മണിക്കൂർ ചോദ്യം ചെയ്യുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനകത്തും ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ആളുകൾ കൂടുതലും വടക്കൻ കേരളം കേന്ദ്രീകരിച്ചുള്ള ആളുകളാണ്. മലപ്പുറത്തുള്ള ആളുകളുണ്ട്, കോഴിക്കോടുള്ള ആളുകളുണ്ട്. അപ്പം ഇവർക്കെല്ലാം ഒരു വിദേശ പശ്ചാത്തലവും ഉണ്ടല്ലോ, പലരും NRIs ആണല്ലോ. അതെ, ഇത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇപ്പം പല ആൾക്കാരും അവരുടെ അക്കൗണ്ടുകൾ വിൽക്കുകയാണ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ ഈ രീതിയിൽ വിൽക്കുന്ന ആൾക്കാർക്ക് തന്നെ അറിയില്ല ആക്ച്വലി ഇത് എന്തിനും യൂസ് ചെയ്യാൻ പോകുന്നുള്ളൂ. അതും ഒരു അക്കൗണ്ട് തന്നെ പല ആൾക്കാരുടെ കയ്യിൽ നിന്ന് കൈമാറി. ഇപ്പോൾ ഒരാളുടെ അക്കൗണ്ട് ചിലപ്പോൾ ഒരാൾക്ക് വിറ്റിട്ടുണ്ടാവും, അയാളത് വേറെ ആൾക്ക് വിറ്റിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ചെയിൻ ഉണ്ട് ഇതിനകത്ത്. അപ്പം ഇതിനകത്ത് അൾട്ടിമേറ്റ് ഇതിൻ്റെ അകത്തുള്ള ഉപഭോക്താവ് എന്നുള്ള രീതിയിലോട്ട് എത്തണമെങ്കിൽ പലപ്പോഴും നമുക്ക് ആ അൾട്ടിമേറ്റ്ലി ഈ പൈസ എങ്ങോട്ടാണ് പോയേക്കുന്നുള്ളതോ അല്ലെങ്കിൽ ഈ ഇപ്പം നെറ്റ് വഴിയുള്ള ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ അതിൻ്റെ IP ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ ഇതിപ്പോൾ ഈ ചോദ്യം ചെയ്തെന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ ഒരു പുതുതായിട്ട് വന്നേക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 മാസമായിട്ടാണ് നമുക്ക് ആ രീതിയിലുള്ള കേസുകൾ വരുന്നത്. മിക്കവാറും എന്തെങ്കിലും ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ പല മോഡസാണ്, കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിൽ വാറണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നെങ്കിൽ മെസ്സേജ് അയക്കും അല്ലെങ്കിൽ വിളിക്കും. എന്നിട്ട് ഈ വാറണ്ടിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനോ ഇത്രയും പൈസ ഫൈൻ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. എന്നിട്ട് പലരും വീഡിയോ കോൾ ചെയ്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ വേഷമിട്ട് നിന്നിട്ടാണ് അവർ ഈ ഇതിൻ്റെ അകത്തുള്ള വിക്ടിമുമായിട്ട് സംസാരിച്ചിട്ട് അവരുടെ അടുത്ത് പൈസ വാങ്ങിയെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പം നമ്മൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്നൊരു പരാതിക്കാരൻ എടത്തുവയിലുള്ള ഒരു പരാതിക്കാരനാണ് വന്നത്. അപ്പോൾ അയാളുടെ ഒരു യുക്തി കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ ഇത് സംഭവിച്ച സമയത്ത് തന്നെ ഇയാൾ പറഞ്ഞു ഞാൻ എന്നാൽ ഇവിടുത്തെ എൻ്റെ സ്റ്റേഷനിൽ അറിയിച്ചിട്ട് ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം പറഞ്ഞു അങ്ങനെ നിങ്ങളുടെ SI ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്ക് ഇപ്പം ഞാനിവിടെ നിൽക്കുന്ന ഈ SI വിശ്വസിച്ചിട്ടാണ് ഇനി. അപ്പോൾ അങ്ങനെ ഇയാൾ ഈ വീഡിയോ കോളും എടുത്തുകൊണ്ട് അയാൾ സ്റ്റേഷൻ വരെ എത്തി. അങ്ങനെ സ്റ്റേഷൻ വരെ എത്തി ആക്ച്വലി
പോലീസ് സ്റ്റേഷൻ എന്നുള്ള ബോർഡ് കണ്ടപ്പോഴാണ് ഇവർ കോൾ ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് അയാൾ അത്രയും ഒരു യുക്തി കാണിച്ചു. അപ്പം ആർക്കെങ്കിലും ഇങ്ങനത്തെ പോലീസാണെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വിളിക്കുക അല്ലെങ്കിൽ വീഡിയോ കോൾ വഴി ഇങ്ങനെ പൈസ അടയ്ക്കണം എന്നൊക്കെ പറയുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം, അല്ലെങ്കിൽ 112 വിളിച്ചറിയിക്കണം. ഇപ്പോൾ പൈസ ഒരിക്കലും പോലീസ് നേരിട്ട് വിളിച്ച് പൈസ വീഡിയോ കോൾ വഴി പൈസ ഇത്രയും പൈസ കൊടുത്ത വാറണ്ട് ഇന്ത്യയിലുള്ള ഒരു സ്ഥലത്തെയും, നമ്മുടെ കേരളത്തെ മാത്രമല്ല ഞാൻ പറഞ്ഞു, മിക്കവാറും എല്ലാം ബോംബെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പം എവിടെ അങ്ങനത്തെ ഒരു നടപടിയില്ല. പൈസ അടച്ചിട്ട് വാറണ്ട് ഇല്ലാണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ഈ രീതിയിൽ വീഡിയോ കോൾ വഴി ഒരു കോടതി ഹിയറിങ്ങോ അങ്ങനത്തെ ഒരു സംഭവം എവിടെയില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും സംഭവിക്കാൻ നിർബന്ധമായിട്ടും ഏറ്റവും നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ എല്ലാവരും അറിയിക്കേണ്ടതാണ്. ഈ ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആളുകളായി വന്ന് ആണല്ലോ ഇപ്പോൾ ചേർത്തലയിൽ തട്ടിപ്പ് നടന്നിട്ടുള്ളത്. അവർ യൂണിഫോം ഉൾപ്പെടെ ഇട്ടിട്ടാണ് ചോദ്യം ചെയ്യലൊക്കെ ഈ വാറണ്ട് വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഇവർ ക്രിയേറ്റ് ചെയ്ത് ഓൺലൈനാണോ എല്ലാം അയക്കുന്നത്? അതെ, ഇതെല്ലാം ഒന്നെങ്കിൽ വാട്സാപ്പ് വഴി അല്ലെങ്കിൽ മെയിൽ വഴിയൊക്കെ അയച്ചിട്ടാണ് നമ്മൾ അറിയിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പരാതി ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാറണ്ട് ഉണ്ട് നിങ്ങളുടെ എതിരെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം മെസ്സേജ് വരും, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറയും. അപ്പം നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പിന്നെ തിരിച്ച് വീഡിയോ കോൾ വിളിക്കും. വീഡിയോ കോൾ പോലീസ് ഓഫീസറിന്റെ യൂണിഫോം ഒക്കെ ഇട്ട് തന്നെ അയാൾ സംസാരിക്കും മിക്കവാറും. പക്ഷേ കേരളത്തിന്റെ ഉള്ളിൽ നിന്ന് വന്ന കോളൊന്നും നമ്മൾ ഇത്രയും കാലം നമുക്ക് ഉണ്ടായിട്ടില്ല. പുറത്തുള്ള ആൾക്കാർ തന്നെയാണ് വിളിക്കുന്നത്. വിളിച്ചിട്ട് ഇന്ന ആൾ ഇന്ന കമ്മീഷണറാണ്, ഇന്ന ഡിപ്പാർട്ട്മെന്റ് കമ്മീഷണറാണ് ഞാൻ, അപ്പോൾ അല്ലെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ്, അപ്പം ഇത്രയും ഇന്ന കേസിൽ ഇന്ന വാറണ്ട് വന്നിട്ടുണ്ട്, പിന്നെ ഇതിൻ്റെ അകത്ത് നിന്ന് മാറണമെങ്കിൽ ഇത്രയും പൈസ തിരിച്ചടച്ചാലേ മാറാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ കോളിൽ വരുന്നത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വളരെ പോലീസുമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് വിശ്വസിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവർ വീഡിയോ കോളുകളും ചെയ്യുന്നത്. അത്തരം ഡീറ്റെയിൽസ് എന്തെങ്കിലും അവർ കൈമാറിയിട്ടുണ്ടോ? ഈ വീഡിയോ കോളിൽ വന്ന ആളുകളുടെ എന്തെങ്കിലും ഫോട്ടോസോ കാര്യങ്ങളോ ഒക്കെ ഈ പർട്ടിക്കുലർ കേസിലോട്ടാണോ പറയുന്നത്? ചേർത്തല കേസിലോട്ട് നമ്മൾ വിളിച്ച നമ്പറും കാര്യങ്ങളും കൈമാറിയിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് ഉണ്ടോ എന്നുള്ളത് ആ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഡീറ്റെയിൽസ് എടുത്താലേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. എത്രമാത്രം പോസിബിൾ ആയിരിക്കും ഈ പോയ പണം തിരികെ കിട്ടുക എന്നുള്ളത്? എത്രമാത്രം പോസിബിൾ? അത് നിങ്ങൾ ഇങ്ങനെ ഒരു ഫ്രോഡ് നടന്നു എന്ന് അറിയുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ 1930 എന്ന് പറഞ്ഞ ഒരു പോർട്ടലുണ്ട്. അത് അവിടെ വിളിച്ച് നിർബന്ധമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ അറിയിക്കുകയും അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയിക്കുകയാണെങ്കിൽ ആ പൈസ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും, അതിന്റെ ട്രാൻസാക്ഷൻ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അത് ബ്ലോക്ക് ചെയ്ത് ഏത് അക്കൗണ്ടിലോട്ടാണ് പോയിരിക്കുന്നത് അവിടെ ബാങ്കുകൾ ഹോൾഡ് ചെയ്യും. അത് ബാങ്കുകൾ അത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിന് വേറെ ലീഗൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിനനുസരിച്ച് നമുക്ക് ആ പൈസ റിലീസ് ചെയ്ത് കിട്ടാനും പറ്റും. നമുക്കിപ്പം ഇക്കൊല്ലം നമുക്ക് സോഫാർ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 12 lakhs-ഓളം നമുക്ക് പല തട്ടിപ്പ് കേസുകളിലുമായിട്ട് 12 lakhs-ഓളം നമുക്ക് തിരിച്ച് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ചെയ്യും. പക്ഷെ നമുക്ക് നമുക്ക് ഏറ്റവും അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ഫ്രോഡ് നടക്കുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഈ 1930 എന്ന് പറഞ്ഞ് പോർട്ടലിൽ വിളിച്ചറിയിക്കുക എന്നുള്ളതാണ്. നമ്മൾ പല കേസും പരിശോധിക്കുമ്പോഴേ അതിനകത്തേക്ക് പല ഘട്ടങ്ങളിലായാണ് പണം നൽകിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിലാണ് ഈ പരാതിയിലേക്ക് വരുന്നത്. അപ്പൊ തന്നെ ഈ ആളുകളുടെ പണം നമുക്ക് തിരിച്ചു കണ്ടെടുത്തുക എന്നുള്ളത് വളരെ ശ്രമകരമല്ലേ? അത് നടക്കുക എന്നുള്ളത് അതെ, എന്താ വെച്ചാൽ ടൈം കൂടുന്തോറും എന്താ വെച്ചാൽ നമുക്കിത് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടും അതേപോലെ തന്നെ ഈ എങ്ങോട്ടാണ് പോയത് അതവിടെ മിക്കവാറും പല ബാങ്കുകളും അക്കൗണ്ടുകളും വേറെ ഏതെങ്കിലും ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇതേ അക്കൗണ്ട് തന്നെ പല ഫ്രോഡുകൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പം ആ അക്കൗണ്ട് ചിലപ്പോൾ ഫ്രീസ് ആയി പോയിട്ടുണ്ടാവും നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ ചിലപ്പോൾ ആ അക്കൗണ്ടിൽ ഒന്നെങ്കിൽ ചിലപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ വിഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഫ്രീസ് ചെയ്ത എമൗണ്ട് വളരെ കുറവേ കാണുകയുള്ളൂ. വേറെ ഏതെങ്കിലും ഫ്രോഡിലോട്ടായിരിക്കും ആ എമൗണ്ട് ചിലപ്പം ഫ്രീസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഈ നമുക്ക് ഈ പൈസ നമുക്ക് ഈ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പൈസ പോയി കുറേ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ട്രേസ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട്. പക്ഷെ എന്നാലും ഇമ്പോസിബിൾ ആണെന്ന് ഞാൻ പറയില്ല, പോസിബിൾ ആവാം. പക്ഷെ എന്നിരുന്നാലും എത്രയും പെട്ടെന്ന് ഫ്രോഡ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ 1930 എന്ന് പറഞ്ഞ പോർട്ടലിൽ വിളിച്ചറിയിക്കാം. ഇതൊരു കുഴൽപ്പണ ഇടപാടുകളോ അങ്ങനെയുണ്ടോ? കാരണം ഈ കഴിഞ്ഞ ദിവസം പിടിച്ചവരിൽ എല്ലാവരും സൗദിയിൽ തന്നെ ഉണ്ടായിരുന്ന ആളുകളാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇടപാടുകളൊക്കെ നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? ഇതിനിടയിൽ ഇത്രയും ബൾക്കായിട്ട് പണം വിഡ്രോ ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതെ, അതും ഉണ്ടാവാം. നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു പോസിബിലിറ്റി തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഇപ്പം നമ്മളുടെ ഇൻവെസ്റ്റിഗേഷനിൽ നമുക്ക് അതുവരെ എത്താനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷെ ഉണ്ടാവാം. ഇപ്പോൾ ഈ പോലീസ് എത്തി നിൽക്കുന്നത് ഈ അക്കൗണ്ട് ഹോൾഡേഴ്സ് അക്കൗണ്ട് വിറ്റ ആളുകളിലേക്ക് മാത്രമാണോ, അത് പിന്നീട് ഉപയോഗിച്ച ആളുകളിലേക്ക്? അത് അപ്പോൾ ഈ ട്രാൻസാക്ഷൻ നടത്തുന്നതെല്ലാം ഈ അക്കൗണ്ട് എടുത്ത ആൾ തന്നെയല്ലേ ബാങ്കിൽ ചെന്ന് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുള്ളൂ? അപ്പോൾ അയാളാണോ ഈ വിഡ്രോ ചെയ്ത് മറ്റൊരാൾക്ക് ഏൽപ്പിക്കുകയാണോ? എങ്ങനെ ഇതിന്റെ ഒരു പൊതു സ്വഭാവം? പല രീതിയിലുള്ള മോഡസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ റീസെന്റ് ആയിട്ട് കണ്ടതാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ കുറെ വിഡ്രോവൽ നടന്നത്. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് കേരളത്തിൽ തന്നെ ആൾക്കാർ, പക്ഷേ വളരെ റീസെന്റ് ആയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഇതിന് മുന്നത്തെ നമ്മൾ പല മോഡസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ ഡൽഹി കസ്റ്റംസിൽ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും രൂപ ഉള്ള കൊറിയർ വന്നിട്ടുണ്ട്, അപ്പോൾ ഇത്രയും രൂപയുള്ള കൊറിയർ റിലീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇത്രയും രൂപ ടാക്സ് അടച്ചാലേ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് കുറെ പൈസ വാങ്ങുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം ആ പരിപാടിക്ക് നമ്മൾ മനസ്സിലാക്കിയത് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഡൽഹി ആസ്പദമാക്കി അവിടെ വർക്ക് ചെയ്യുന്ന കുറച്ച് നൈജീരിയൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു നൈജീരിയൻ നമ്മളിവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ പല നമ്മുടെ
നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ പല കേസുകളിലും അങ്ങനത്തെ. അപ്പോൾ ആ രീതിയിലുള്ള മോഡൽസിലായിരുന്നു അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ATM നിന്ന് ക്യാഷ് വിത്ഡ്രോൽ ആയിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഇപ്പോൾ ബാങ്ക് ട്രാൻസാക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ന ബാങ്കിൽ ഒരു 3-4 ലെയർ കഴിഞ്ഞിട്ടായിരിക്കും അവസാനം ATM നിന്ന് ക്യാഷ് വിത്ഡ്രോൽ നടക്കുന്നത്. പക്ഷേ ഈ നെറ്റ് ട്രാൻസാക്ഷൻ എല്ലാം നൈജീരിയയിൽ നിന്നാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം അതായിരുന്നു ഒരു മോഡസ്. പിന്നെ ഇപ്പോൾ വരുന്നത് കുറേ ലോൺ ആപ്പുകളുടെ കുറച്ച് മോഡസ്, അത് നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുണ്ട്, ന്യൂസിൽ വന്നതാണ്. അപ്പം ഈ ലോൺ ആപ്പുകളുടെ മോഡസിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ഇതിലും ഈ പറഞ്ഞ പോലെ കോൾ സെന്ററുകൾ, അതുപോലെ തന്നെ ബാങ്ക് ട്രാൻസാക്ഷൻസിന്റെ എന്താ പറയുക ആക്ച്വൽ അതിന്റെ ട്രാൻസാക്ഷൻ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് കംബോഡിയയിലും അതേപോലെ തന്നെ വേറെ പല സ്ഥലങ്ങളിലുള്ള കോൾ സെന്ററുകളിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിന്റെ അൾട്ടിമേറ്റ് അതിന്റെ ഒരു ഉപഭോക്താവ് എന്ന് പറയുന്നത് പല എന്താ പറയുന്നത് ഈ ക്രിപ്റ്റോ കറൻസിയിൽ ട്രേഡിങ്, വേറെ കുറേ ചില സമയത്ത് പല ലീഗലായിട്ടുള്ള ചില എന്താ പറയുന്നത് ബിസിനസ്. അപ്പം അങ്ങനത്തെ കുറേ ബിസിനസ്സുകളിലോട്ടും ഈ പൈസ ഈ കംബോഡിയയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം ഈ രീതിയിൽ നമുക്ക് ഒരു എൻഡ് യൂസർ എന്നുള്ളത്, അപ്പം അവിടെ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ലാഭം എടുത്തേക്കുന്ന ഈ കോൾ സെന്റേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആരാണോ അവരാണ് ലാഭം എടുത്തേക്കുന്നത്. അപ്പം ഈ രീതിയിൽ പലതരത്തിലുള്ള എന്താ പറയുന്നത് പലതരത്തിലുള്ള മോഡൽസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റീസെന്റ് നമുക്ക് റിപ്പോർട്ടായ ഒരു കേസിൽ അതും ഒരു ലോൺ ആപ്പ് ആയിരുന്നു. പക്ഷെ അതിൽ ക്യാഷ് വിത്ഡ്രോൽ നടന്നേക്കുന്നത് ബീഹാറിൽ നിന്നാണ് ക്യാഷ് വിത്ഡ്രോൽ നടന്നേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്ന അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്തൊരു കോൾ സെന്റർ എന്നാണ്, ജാർഖണ്ഡ് ബീഹാർ ബോർഡർ നിന്ന് ഓപ്പറേറ്റ് ചെയ്തൊരു കോൾ സെന്റർ എന്നാണ് ആക്ച്വലി ഇതിന്റെ സംഭവം നടന്നേക്കുന്നത്. അപ്പം നമുക്കിത് ഒരു രീതിയിൽ തന്നെയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പല രീതിയിലാണ് ഇതിന്റെ ഒരു എൻഡ് പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്ന വെബ്സൈറ്റുകളൊക്കെ ഇന്ത്യക്ക് പുറത്ത് ആണോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾ ഉള്ളതായിട്ട് കാണാം. ഈ പറഞ്ഞ പോലെ ഇപ്പം ഈ കംബോഡിയയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കോൾ സെന്റേഴ്സ് ഒബ്വിയസ്ലി അവർ ഇന്ത്യന്റെ പുറത്ത് തന്നെ അവർ പല രീതിയിലുള്ള ഫേസ്ബുക്ക് അഡ്വർടൈസ്മെന്റ്സ് എല്ലാ കാര്യങ്ങളും അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, വെബ്സൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം വേറെ ഇപ്പം ഇന്ത്യൻ്റെ ഉള്ളിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ പറഞ്ഞ ജാർഖണ്ഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കോൾ സെന്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ഇവിടെ തന്നെയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഭാഷ എന്താ? ഹിന്ദിയാണോ ഇവർ ഉപയോഗിക്കുന്നത്? അല്ല, ഇംഗ്ലീഷും. ഇപ്പം കംബോഡിയയിൽ ഇപ്പം അതാണ് വേറൊരു കാര്യം കൂടി എനിക്കിതായിട്ട് പറയാനുള്ളത്. ഇപ്പൊ പല കംപ്ലയിൻസ് വരുന്നുണ്ട്, കംബോഡിയയിൽ ജോലി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാരെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയതിന് ശേഷമാണ് അവർ മനസ്സിലാവുന്നത് ഇങ്ങനത്തെ ഒരു ചീറ്റിംഗ് ആണെന്നുള്ളത്, ഇങ്ങനെ ചീറ്റ് ചെയ്യുന്ന ഒരു കോൾ സെന്ററിലാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ അവിടെ ഇവർ മലയാളികൾ തന്നെയാണ് മലയാളത്തിൽ തന്നെയാണ് വിളിച്ച് സംസാരിക്കുന്നത്, മലയാളി ഉപഭോക്താക്കൾ. അങ്ങനത്തെ കേസുകൾ നമുക്ക് ഇവിടെ എത്ര എണ്ണം വന്നിട്ടുണ്ട്? നമുക്കിപ്പോ കംബോഡിയയിൽ കൊണ്ടുപോയതായിട്ട് നമുക്ക് വന്ന കേസുകൾ നമുക്കിപ്പം സോഫാർ നമുക്കിപ്പം 3 എണ്ണമാണ് ഉള്ളത്. അപ്പൊ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ട് വരികയാണ്. അപ്പം അവര് മലയാളത്തിൽ തന്നെയാണ്. ഇപ്പം എനിക്കും നിങ്ങൾക്കൊക്കെ മലയാളത്തിൽ വരുന്ന കോളുകളുണ്ട്. അതൊക്കെ ആക്ച്വലി നല്ല ശതമാനവും അവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന കോൾ സെന്ററുകളാണ്. നമുക്കിപ്പോ ജനങ്ങളോട് എന്താണ് പറയുന്നത്? ഇപ്പൊ വലിയ തോതിൽ ഇങ്ങനെ കൂടിയിട്ടുണ്ട്, കുറെ മിസ് കോൾസ് വരുന്നു, പിന്നെ മെസ്സേജസ് വരുന്നു, ലിങ്ക്സ് വരുന്നു, വാട്സപ്പ് വരുന്നു. നമ്മൾ ജനങ്ങളോട് എന്ത് അവയർനെസ് ആണ് അവര് കൈക്കൊള്ളേണ്ടതാണ് പറയാനുള്ളത്? ഇപ്പൊ ഈ ഓൺലൈൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞു വരുന്ന സംഭവങ്ങളൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ സെബിയുടെ ഓതറൈസേഷൻ ഉണ്ടോ എന്നുള്ളത് സെബിയുടെ തന്നെ കസ്റ്റമർ കെയർ നമ്പറും കാര്യങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ സെബിയുടെ തന്നെ വെബ്സൈറ്റിലുണ്ട്. അവിടെ കയറി ചെന്ന് അത് നോക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഈ ബാങ്കുകളിലുള്ള ലോൺ എടുത്തു തരാമെന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ബാങ്ക് തന്നെ സമീപിച്ചതിന് ശേഷം ലോൺ എടുക്കണം. അല്ലാതെ ഇങ്ങനെ ഈ വിളിച്ചു പറഞ്ഞത് അല്ലെങ്കിൽ ലോൺ ആപ്പ് വഴിയൊന്നും എടുക്കാണ്ടിരിക്കുക. അതിനകത്ത് നമുക്ക് ഒരു തരത്തിലുള്ള അവരൊന്നും ഒരു റെഗുലേറ്റഡ് അല്ല, അപ്പോൾ നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പം നിർബന്ധമായിട്ട് അങ്ങനെ ബാങ്കുകൾ സമീപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ SBI എന്നൊരു കോൾ വരുവാണ്, ICICI എന്നൊരു കോൾ വരുവാണ്, OTP ചോദിക്കേണ്ടത് ബാങ്കുകൾ നിരന്തരം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. OTP ഒരിക്കലും കോൾ മുഖാന്തരം ചോദിക്കില്ല എന്നുള്ളത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും കൈമാറാണ്ടിരിക്കുക കോൾ വഴി. പിന്നെ അടുത്ത കാര്യം, ഈ പോലീസിന്റെ വേഷത്തിൽ വന്നിട്ട് വീഡിയോ കോൾ നടത്തുക. അങ്ങനെ ഒരിക്കലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും വീഡിയോ കോൾ നടത്തി ഒരു ഇൻട്രോഗേഷൻ നടത്തി അതിൻ്റെ അകത്ത് നിന്ന് പൈസ വാങ്ങുകയോ അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെ വാറണ്ട് ഉണ്ട് അതിൻ്റെ ഒരു വിചാരണ നടത്താൻ ഒരിക്കലും ഓൺലൈനായിട്ട് നമുക്ക് ഇപ്പം നമ്മൾ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നുമ്പം ഈ നിർബന്ധമായിട്ടും നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ 112 വിളിച്ച് ചോദിക്കുക. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഫ്രോഡിന് ഇപ്പം നിങ്ങൾ സംശയിക്കുന്നത് ചിലപ്പം എന്താ പറയുക, ചിലപ്പോൾ അത് ശരിയാവണം, പറഞ്ഞ പോലെ ചിലപ്പോൾ ലീഗലായിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾ സംശയിച്ച് അതിനൊരു ക്ലാരിറ്റി, സംശയം ഉണ്ടെങ്കിൽ അതിനൊരു ക്ലാരിറ്റി വരുത്തിയിട്ട് മാത്രം ബാക്കിയുള്ള വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. ഇപ്പം നമ്മുടെ വീട്ടമ്മയുടെ കേസ്, നോർത്തിൽ വന്നിരിക്കുന്ന കേസും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. അത്തരം പരസ്യങ്ങളോടൊക്കെ എങ്ങനെയാണ്? അതെ, അങ്ങനത്തെ പരസ്യങ്ങൾ അങ്ങനെ ആക്ച്വലി ഒരു പോസിബിലിറ്റി അല്ല. ഇങ്ങനെ ഒരു വാട്സാപ്പിൽ ഒരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് പൈസ കിട്ടുക. അപ്പോൾ അത് പല സമയത്ത് നമുക്ക് ആദ്യം നമ്മളൊരു ചെറിയ എമൗണ്ട് ഇടും, പിന്നെ അതിൻ്റെ കുറച്ച് എമൗണ്ട് നമുക്ക് തിരിച്ചിടും, പിന്നെ നമ്മൾ വലിയ എമൗണ്ട് ഇടും. അത് അങ്ങനത്തെ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഈ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ്സുകളായിട്ടാണ് ഇവർ കാണുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു സാധനം മിക്കവാറും ഇനി നമ്മളുടെ അടുത്ത് വന്ന പരാതികളെല്ലാം ഇല്ലീഗലായിട്ട് നടത്തുന്ന കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളോട് ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. എത്ര നാളായിട്ടുണ്ട് ഇത് ഇത്രയും സജീവമായി ഇത്രയും കേസുകൾ വന്നു തുടങ്ങിയിട്ട്? ആക്ച്വലി നമുക്ക് പോർട്ടലിൽ പരാതി വരാൻ കുറേ കാലമായിട്ട് തന്നെ പോർട്ടലിൽ പരാതി വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ കൊല്ലവും ഈ കൊല്ലമായിട്ടാണ് നമ്മൾ ഇത്രയധികം FIRകൾ
രജിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്നതും പിന്നെ അതേപോലെ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വെച്ചാൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സും തന്നെ ഇതിനൊരു എന്താ പറയുക ഇതിനൊരു ഫോക്കസ് വന്നതും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ട്രെയിനിങ്ങും ഇതിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ നമ്മൾ നോർമലി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാത്ത ഒരു മേഖലയായിരുന്നു. അപ്പം ആ ഒരു എങ്ങനെയാണ് ഇങ്ങനത്തെ കേസുകൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്, ഇതിനകത്ത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഫേസ് ചെയ്യണമെങ്കിൽ അതിന്റെ അപ്പുറത്തോട്ട് എന്താ ചെയ്യേണ്ടത്, അപ്പം ഇതിലൊരു കാര്യമായിട്ടുള്ള ഒരു ഫോക്കസ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ കൊല്ലം ഈ കൊല്ലം നമ്മൾ ഇത്രയധികം കേസുകൾ രജിസ്റ്റർ ചെയ്യും ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ ഭാഗമായാണ് വരും ദിവസങ്ങളിലൊക്കെ ട്രെയിനിങ്. അതെ 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 വരും ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ ഇപ്പം നമ്മൾ കുറച്ച് നല്ല ഓഫീസേഴ്സിനെ എടുത്ത് അവരെ പല റൗണ്ട്സ് ഓഫ് ട്രെയിനിങ് ആണ് കൊടുക്കാനാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സും ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവാണ്. അവർക്കത് കൊടുക്കുന്നുണ്ട്. അത് കൂടാണ്ട് തന്നെ അവർ സ്റ്റേഷനിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന് കൊടുക്കുന്നുണ്ട്. പിന്നെ സൈബർ കേസുകളിൽ സെപ്പറേറ്റ് ആയിട്ട് മോണിറ്ററിംഗ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആക്ച്വലി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഒരു അറിവ് കിട്ടുന്നു. ഇങ്ങനെയൊക്കെയാണ് ഫ്രോഡ് നടക്കുന്നത്. നമ്മുടെ ജില്ലയിൽ മാത്രം ഇപ്പൊ എത്ര കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടാവുന്നതാണ് ഒരു കണക്കുകൂട്ടലുള്ളത്? നമ്മുടെ ജില്ലയിൽ മാത്രമായിട്ട് ഇപ്പം നമ്മൾ കേസ് എടുത്തേക്കുന്നത് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 34 കോടി രൂപയുടെയാണ് നമുക്കിപ്പം തട്ടിപ്പ് നടന്നിട്ടുള്ളത്. കേസ് എടുത്തേക്കുന്നത് മാത്രം. കേസ് എടുക്കാത്തത് വേറെയും ഇപ്പം ചെറിയ ചെറിയ എമൗണ്ട്സ് പോയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ ഒന്നും 5,000 രൂപ 10,000 രൂപയൊക്കെ വെച്ചിട്ടാണ് ചെറിയ കേസ്. ഒരു സമൂഹത്തിൽ ഒരു ഹൈ കാറ്റഗറിയിലുള്ള ആളുകളായിരിക്കുമല്ലോ ഇത്രയധികം ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യേണ്ടി? നോട്ട് നെസസറിലി. ഈ പറഞ്ഞ പോലെ പല ആൾക്കാർ ഞങ്ങൾക്കിവിടെ പരാതി ചില ആൾക്കാർ ലോൺ എടുത്തിട്ട് വരെ കൊടുത്തിട്ടുണ്ട്. 12 ലക്ഷം രൂപയൊക്കെ ലോൺ എടുത്തിട്ട് ഇങ്ങനത്തെ ഫ്രോഡ്സ്റ്റേഴ്സിന് കൊടുത്തിട്ടുള്ള കേസുകൾ നമുക്കിവിടെ ഉണ്ട്. അതാണ് മാം പറയുന്നത്. അതായത് പോലീസിന് കൃത്യമായ ഒരു പരിശീലനം കൂടി സർക്കാർ നൽകിക്കൊണ്ട് ഈ കേസുകളെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ മാത്രം 34 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് എഫ്ഐആർ ഇട്ട കേസുകളാണ്. അല്ലാതെയും ചെറിയ തോതിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ജനങ്ങൾ ഇക്കാര്യത്തിൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശമാണ് ചൈത്ര തെരേസ ജോൺ മുന്നോട്ട് വയ്ക്കുന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.